ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പസ്തോലനായ പൗലോസ് അപ്പസ്തോല പ്രവൃത്തികളിൽ ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹത്തോടെ പറയുന്നതായ ഒരു വേദഭാഗം നമുക്ക് വ്യക്തതയോടെ കാണുവാൻ കഴിയുന്നു. താൻ ശുശ്രൂഷ ചെയ്തതായ സഭയിലെ ദൈവമക്കളെ വിട്ട് താൻ യെരൂശലേമിലേക്ക് പോകുന്നതായ സാഹചര്യമുണ്ടായപ്പോൾ അവിടെയുള്ളതായ ദൈവമക്കളെ അവർക്ക് ദൈവരാജ്യം അവകാശമായി കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തിലും പിന്നെ ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിലും അവരെ ഫരമേൽപ്പിച്ച് കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഫരമേൽപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പസ്തോലനായ പൗലോസ് അവിടെയുള്ളതായ ദൈവമക്കളെ വിട്ടു പോകുമ്പോൾ താൻ യെരൂശലേമിലേക്ക് പോകുന്ന യാത്രയുടെ മധ്യയാണ് പ്രിയപ്പെട്ടവർ കാണുവാനും തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹത്തോട് ദൈവമക്കളെക്കുറിച്ച് താൻ ആഗ്രഹിക്കുന്ന അനുഭവം അവരെ ഓർപ്പിക്കുവാനും ഇടയാകുന്നത്. താൻ തൻ്റെ ജീവിതത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ബുദ്ധി ഉപദേശിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയാണോ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കണ്ണുനീരോടെ ബുദ്ധി പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളുവിനെന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ ഓർപ്പിച്ചുകൊണ്ടാണ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഫരമേൽപ്പിക്കുന്നു എന്ന് പറയുവാനിടയാകുന്നത്. യഥാർത്ഥമായി നാം ഒരു അവകാശം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് പങ്കാളികളായി തീരുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശമെന്നാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവസന്നിധിയിൽ ആ ദൈവത്തോട് കൂടെ അവകാശികളായി തീരുവാൻ നമുക്കിടയാകുന്ന ഒരനുഭവം. അല്ലെങ്കിൽ റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നാം വ്യക്തമായി ഉണരുന്നത് എന്താണ്? മക്കളെങ്കിലും അവകാശികളുമാകുന്നു എന്ന് പറഞ്ഞിട്ട് നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും എന്ന് പറയുന്ന ഒരനുഭവം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള ദൈവികമായ അവകാശത്തിന് നാമും പങ്കാളികളായി കർത്താവിനോട് കൂടെ കൂട്ടവകാശികളായി തീരുവാൻ നമുക്കിടയാകുന്ന ഒരനുഭവം. അങ്ങനെ ഒരു അവകാശം പ്രാപിപ്പാൻ വേണ്ടിയാണ് ദൈവമക്കളായ നാം നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായി നാം വെറുതെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരല്ല, ലക്ഷ്യമില്ലാതെ ഓടുന്നവരല്ല. നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, വ്യക്തമായ ഒരു ബോധ്യതയുണ്ട്. നാം പ്രാപിക്കേണ്ട അനുഭവങ്ങൾ പ്രാപിപ്പാനായിട്ടാണ് ഈ യുദ്ധക്കളത്തിൽ അഥവാ ഈ ഓട്ടക്കളത്തിൽ നമ്മുടെ ജീവിതം നാം മുൻപോട്ട് നയിക്കുന്നത്. അപ്പസ്തോലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വിരുദിനായി ലാക്കിലേക്ക് ഓടുക എന്നാണ്. ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിമ്പിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ നമ്മെ ഓർപ്പിക്കുന്നു. നാം ആ ലാക്കിൽ ചെന്ന് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന വിരുദ് പ്രാപിപ്പാനാണ് നാം ഉത്സാഹിക്കുന്നത്. ആകയാൽ തന്നെ ആ ഒരു അവകാശം പ്രാപിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ അതിനായി നാം ഉത്സാഹിക്കുന്നവരായി അത് പ്രാപിക്കണമെന്ന ബോധ്യതയോട് അതിനുവേണ്ടി പരിശ്രമിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. ഓട്ടക്കളത്തിൽ ഓടുന്നവരാണെങ്കിൽ സ്ഥിരതയോടെ ഓടുവാനിടയാകണം. യുദ്ധക്കളത്തിൽ പോരാടുന്നവരാണെങ്കിൽ ഉറപ്പോടെ ധൈര്യത്തോടെ ഉറച്ചു നിന്ന് സർവായുധവർഗം ധരിച്ചവരായി പോരാടുവാൻ നമുക്കിടയാകണം. ക്ഷീണിച്ചും തളർന്നും ഉദാസീനതയും അലസതയും ഒക്കെയായി ജീവിച്ചാൽ ഒരിക്കലും ദൈവമക്കളെ നമുക്ക് കിരീടം പ്രാപിപ്പാൻ അഥവാ അവകാശം പ്രാപിപ്പാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അവകാശം പ്രാപിക്കേണ്ടവരാണെന്ന നല്ല ഒരു
ബോധ്യതയോടെ നമ്മൾ ജീവിപ്പാൻ നമുക്കിടയാകണം. എൻ്റെ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന അവകാശം ഞാൻ തന്നെ പ്രാപിക്കണം എന്നുള്ളത്, അഥവാ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന കിരീടം ഞാൻ തന്നെ പ്രാപിക്കണം എന്നുള്ള ഒരു നല്ല ബോധ്യതയും ഉത്സാഹവും ഉണ്ടായി അതിനായി സമർപ്പിക്കപ്പെട്ടെങ്കിൽ നമുക്ക് ആ കിരീടം പ്രാപിപ്പാൻ ഇടയാകത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ വ്യക്തമായി പറയുന്നു, നിന്റെ കിരീടം മറ്റൊരാൾ എടുത്തുകൊള്ളാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. നിന്റെ കിരീടം ആരും എടുക്കാതെ വണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്നാണ്. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന്. അതിന്റെ മുകളിലാണോ താഴെയാണോ മറ്റടുത്ത് പറയുന്നുണ്ട്, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ച് ഈ ദൈവിക അനുഭവത്തിൽ കൊണ്ടുവന്നു, ശരിയാണ്. പക്ഷെ നാം ജീവിക്കേണ്ട വണ്ണം ജീവിച്ച് അതിനേറ്റമായ നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ച് മുൻപോട്ട് പോയി പ്രാപിക്കേണ്ട അനുഭവങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം നാം ജീവിതത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രം, അഥവാ അത് പ്രാപിക്കണമെന്ന ചിന്തയോടെ ഉത്സാഹത്തോടെ അതിനുവേണ്ടി ബന്ധപ്പെട്ട് നാം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കിരീടം പ്രാപിപ്പാൻ, അവകാശം പ്രാപിപ്പാൻ ഇടയാകത്തുള്ളൂ. ഇല്ല എങ്കിൽ ദൈവം നമ്മെ ആ സ്ഥാനത്തുനിന്ന് മാറ്റും, മറ്റൊരാൾ ആ സ്ഥാനം എടുക്കുവാനിടയാകും, അഥവാ അത് പ്രാപിക്കുവാനിടയാകും. അപ്പോസ്തല പ്രവൃത്തികളിലെ ആരംഭഭാഗത്ത് നാം കാണുന്നുണ്ട്, വ്യക്തമായി അവിടെ നമുക്ക് വായിപ്പാൻ കഴിയും. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് കർത്താവേ നീ ആരെയാണ് തെരഞ്ഞെടുത്തതെന്ന് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചീട്ടിടുവാനും മത്തിയാസിനെ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുവാനും ഇടയാകുന്നതൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭഭാഗത്ത് കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിലാണ് നമുക്കത് വായിപ്പാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. ആകയാൽ നാം ഉണരേണ്ടത്, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വെച്ചിരിക്കുന്ന അവകാശത്തെ, അനുഭവത്തെ നാം പ്രാപിക്കണമെങ്കിൽ അതിനായി നാം ഉത്സാഹിച്ച് നാം അതിനേറ്റതായ നിലയിൽ മുൻപോട്ട് പോകുവാനിടയാകണം. ഇല്ലെങ്കിൽ നമ്മുടെ അവകാശം നമുക്ക് നഷ്ടമായി പോകുമെന്ന് മാത്രമല്ല, മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വന്ന് അത് പ്രാപിപ്പാനും ഇടയാകുമെന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട അവകാശത്തിനായുള്ള വ്യക്തമായൊരു ചിന്തയോട്, ഉത്സാഹത്തോട്, തീഷ്ണതയോട് നാം മുൻപോട്ട് പോകുവാൻ ഇടയാകണം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിപ്പാൻ ഇടയാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനാഞ്ഞുകൊണ്ട് പരമ വിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നവനായി തീരുവാനിടയാകുന്നു. കാരണം അത് മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത്, മറ്റൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ നിലയിൽ മുൻപോട്ട് പോകുവാനിടയാകുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർ ആ ചിന്തയോടെ ജീവിക്കുന്നുണ്ട്? എൻ്റെ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന അവകാശം, എൻ്റെ കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന കിരീടം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, ഞാൻ തന്നെ അത് പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനായി നാം ഉത്സാഹിക്കുമെങ്കിൽ ദൈവമക്കളെ, നാം കുറുവാക്യത്തിൽ കേട്ടതുപോലെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജനത്തെ, സഭയെ, തൻ്റെ ആടുകളെ ആ ദൈവത്തിൻ്റെ കരങ്ങളിലും കൃപയുടെ വചനത്തിലും സമർപ്പിക്കുവാനിടയാകുമ്പോൾ എന്തിനാണെന്ന് അവിടെ നാം വ്യക്തമായി വായിക്കുന്നുണ്ടെന്നാണ്, അവകാശം ലഭിക്കേണ്ടതിനായിട്ട് സമർപ്പിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫരമേൽപ്പിക്കുന്നു. അപ്പോസ്തലൻ തന്റെ ജനത്തെ, തന്റെ ആടുകളെ, തന്റെ സഭയെ ഫരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ഈ വിധമായ ഒരു സമർപ്പണമുണ്ടോ? അവകാശം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അവകാശത്തിനായി ഉത്സാഹിക്കുന്ന ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം അതിന് ബന്ധപ്പെടുന്നവരാണോ? അതിന് ഉത്സാഹിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നവരാണോ? അപ്പോസ്തലൻ സഭയെ, ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവമക്കളും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? തങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് തങ്ങൾക്കൊരവകാശം വേണമെന്നുള്ള നല്ല ബോധ്യതയോടെ ജീവിക്കുവാനിടയാകണം. ദൈവമക്കളെ, ഉന്തി തള്ളി മരം കയറ്റിയാൽ എത്രത്തോളം കയറുമെന്ന് നമുക്കറിയാം, അല്ലേ? എത്രത്തോളം കയറും? ആ കൈയുടെ ഉയരം വരെ കയറും. കൈ വിട്ടാൽ എന്തുണ്ടാകും? തള്ളുന്നവൻ ഇനി തള്ളിക്കയറ്റാൻ
പിടിക്കാൻ കഴിയാതെ അവൻ കൈ വലിക്കുമ്പോൾ മൂടടിച്ച് തറയിൽ കിടക്കുമെന്നുള്ളതാണ് സത്യം, ഇല്ലേ? ആകയാൽ ശുശ്രൂഷകരോ അല്ലെങ്കിൽ മറ്റു ദൈവമക്കളോ നമ്മുടെ ഭവനാംഗങ്ങളോ ഒക്കെ നമ്മെ ഒന്ന് ഉത്സാഹിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കരുതി നമ്മെ ബന്ധപ്പെടുത്തി പ്രയാസപ്പെടുത്തി ഉത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഉത്സാഹിച്ചാൽ അവർ നമ്മെ ഉത്സാഹിപ്പിക്കുന്നിടത്തോളം ഒരുപക്ഷെ നാം മുമ്പോട്ട് പോയെന്നിരിക്കും. പക്ഷെ പിന്നെ ഇരട്ടിയായി പുറകോട്ട് പോകുന്നവരായി, പോയതിനേക്കാൾ വളരെ വേഗത്തിൽ പുറകോട്ട് പോരുന്നവരായി തീരുവാനിടയാകും. മരത്തെ കയറാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ മരത്തിൽ നിന്ന് വീഴാൻ സെക്കൻഡുകൾ മതി. താഴെ നടുവടിച്ച് വീണ് കിടക്കുവാനിടയാകുന്ന ഒരനുഭവം. ദൈവമക്കളെ, ഉണരണം കേട്ടോ. ആര് നമ്മെ ഉത്സാഹിപ്പിച്ചാലും കഥയില്ല. നമുക്കൊരു ഉത്സാഹം ഉണ്ടാകണം. നാം വ്യക്തതയോട് ഉത്സാഹിക്കുന്നവരായി തീരുമെങ്കിൽ മറ്റുള്ളവർ അഥവാ ശുശ്രൂഷകർ നമുക്ക് സഹായികളായിരുന്ന് അവർ നമ്മെ വഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ ഈ നാളുകളിൽ ആ ഒരു അനുഭവത്തിലേക്ക് നാം വന്ന് നമ്മെ ഏൽപ്പിക്കുന്നവരായി തീരുവാനിടയാകട്ടെ. ചില ദൈവമക്കളെ കുറിച്ച് അല്ലെങ്കിൽ ചില അനുഭവങ്ങളിൽ നാം തിരുവഴുത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതേ എന്ന് പ്രവാചകന്മാരോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം ആ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചാലും അവരെ വിടുവിപ്പാൻ കഴിയാതെ വണ്ണം അവർ കുറ്റമുള്ളവരായി തീരുവാനിടയാകുന്നു. എന്നാൽ ശമൂവേൽ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ടെന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന് ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തീഷ്ണതയോട് വ്യക്തതയോട് വ്യഗ്രതയോട് ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അന്ന് തൻ്റെ ആ കാലം ആരംഭ സമയത്ത് ഫെലിസ്ത്യർ തനിക്ക് ജനത്തിനെതിരായി വന്നപ്പോൾ തൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഇസ്രായേലിൽ ഫെലിസ്ത്യരെ ജയിക്കുവാനിടയായത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകർ നമുക്ക് സഹായികളായി നാം അവരോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, അവർ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അവർ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പുരോഹിതന്റെ ചുമൽക്കണ്ടത്തിലും മാർപതക്കത്തിലും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രസംഖ്യയ്ക്ക് ഏറ്റവണ്ണം ഓരോ ഗോത്രങ്ങളുടെയും പേരെഴുതിയ കല്ലുകൾ പതിച്ച അനുഭവം നാം ഉണരുമ്പോൾ, അവർ മാർവിൽ ഹൃദയത്തിൽ വഹിക്കുന്നവരും ചുമലിൽ ചുമക്കുന്നവരുമായാണ് ഇസ്രായേൽ ജനത്തെ നടത്തുവാനിടയായത്. അതേ അനുഭവത്തിൽ തന്നെയാണ് ദൈവസഭയെ ശുശ്രൂഷകർ നടത്തേണ്ടത് അഥവാ നടത്തുന്നത്. ആകയാൽ അവർ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം അവരോട് ചേർന്ന് സമർപ്പിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശുദ്ധന്മാരോട് കൂടെ അവകാശം പ്രാപിപ്പാനിടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ആ കാര്യത്തിനു വേണ്ടി നാം ഒന്ന് ഉത്സാഹിക്കുന്നവരാകട്ടെ. നാം അവകാശം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരായി തീരുമ്പോൾ മറ്റൊരു അനുഭവം കൂടെ നാം ഉണരുവാനിടയാകണം. ആ കുറിവാക്യത്തിന്റെ ആരംഭത്തിൽ നാം ശ്രദ്ധിച്ചാൽ അവകാശം ലഭിക്കുവാൻ മാത്രമായിട്ടല്ല, അവകാശം ലഭിക്കുന്നവരാകേണ്ടതിന് അതിനു മുൻപിൽ അവരിൽ വരേണ്ടതായ ഒരു കാര്യം ഓർപ്പിക്കുന്നു. എന്താണ്? ആത്മീക വർധനവ് ഉണ്ടാകണമെന്ന് പറയുന്നു. ആത്മീക വർധനവ് ഉണ്ടാകുവാനിടയാകണം. നാം അവകാശികളായി തീരണമെങ്കിൽ ആ അവകാശത്തിനേറ്റതായ യോഗ്യത പ്രാപിച്ച് ദൈവിക അനുഭവങ്ങളെ പ്രാപിച്ച് ആത്മീക വളർച്ച പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ അവകാശം പ്രാപിപ്പാൻ നമുക്കിടയാകത്തുള്ളൂ. ഗലാത്യ ലേഖനത്തിലാണോ നാം പഠിക്കുമ്പോൾ അവകാശി സർവത്തിനും യജമാനനാണെങ്കിലും താൻ ദാസന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറയുന്നു. ശിശു ആയിരിക്കുന്നിടത്തോളം തനിക്ക് യാതൊരു വിശേഷതയും ഇല്ല എന്നാണ് ആ അനുഭവം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ശ്രദ്ധിക്കണം കേട്ടോ, ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. ആർക്ക്? അവകാശിയായിരുന്ന് ഇന്നും ശിശുവായി കാണപ്പെടുന്നവന്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആത്മീക വർധനവുണ്ടായി നാം വളർച്ച പ്രാപിക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-3 വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ഇന്നും നിങ്ങൾ ശിശു ആയിരിക്കുന്നു, എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്ന പോലെയല്ല ശിശുക്കളോട് അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് അപ്പോസ്തലൻ പറയുന്നു. അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കപ്പെടുന്ന പേര് അവർ ആത്മീകരല്ല, പിന്നെയോ ജഡീകരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാർ
ദൈവികന്മാരും ശേഷം മനുഷ്യരെ പോലെ ഉള്ളവരും അല്ലയോ എന്ന് പറവാനിടയാകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരുവൻ ക്രിസ്തുവിലായി കർത്താവിൽ ജനിച്ച് വളർന്ന് ശിശുവായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശിശുത്വത്തിന്റെ അനുഭവം വിട്ട് വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ അവർ ആത്മീകരുമല്ല, ജഡീകരാണെന്നുള്ളതാണ് സത്യം. അഥവാ അവർ ശേഷം മനുഷ്യരെ പോലെ ഉള്ളവരാണെന്നുള്ളതാണ് സത്യം. അവരൊരിക്കലും ദൈവരാജ്യത്തിൽ പോയി ചേരുവാൻ ഇടയാകത്തില്ല. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിലല്ലേ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ തരേണ്ടതെന്ന് പറയുന്നു. കാരണം ഇന്നും അവർ ശിശുക്കളായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ദൈവിക വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ, ആത്മീകമായ ഒരു വളർച്ച പ്രാപിച്ച് നാം വളരുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് അവകാശം പ്രാപിപ്പാനിടയാകത്തില്ല എന്നാണ് അവിടെ ആ കുറിവാക്യത്തിൽ നാം കാണുന്നത്. ആത്മീക വളർച്ച പ്രാപിക്കണമെന്നാണ്. ആത്മീക വളർച്ച പ്രാപിച്ച് നാം സകലത്തിലും വളരുന്നവരായി ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, അഥവാ ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വം പ്രാപിപ്പാൻ നമുക്കിടയാകുമ്പോഴാണ്, നമുക്കറിയാം ലോകത്തിന്റെ നിയമപ്രകാരം മെച്യൂറാകുന്ന പ്രായപൂർത്തിയാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വന്തമായ ഒരു കാര്യം അവകാശം പറവാൻ ഇടയാകത്തുള്ളൂ. ഏതൊരു കാര്യത്തിനും താൻ അവകാശി എന്ന് പറയണമെങ്കിൽ തനിക്ക് പ്രായപൂർത്തി വരുവാൻ ഇടയാകണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നമ്മെ ഓർപ്പിച്ചത്, അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം യാതൊരു വിശേഷതയും ഇല്ലാത്തവനെന്ന്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം അവകാശം പ്രാപിക്കുന്നവരാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വളർച്ച ആവശ്യമാണെന്നുള്ളതാണ് സത്യം. ആ വളർച്ച പ്രാപിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ നാം ഒന്നാമത് ദൈവത്തിൽ ഫലമേൽപ്പിക്കപ്പെടുവാനിടയാകണം. വളരുവാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് വളർച്ചയുണ്ടാകുവാൻ ഇടയാകുക. അങ്ങനെ ആത്മീക വർധനവ് പ്രാപിച്ച് വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ പ്രാപ്തനായ ദൈവത്തിൽ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളരുമാറാക്കി ആ വിശുദ്ധന്മാരുടെ അവകാശത്തിന് നമ്മെ പങ്കുള്ളവരാക്കി തീർക്കുന്നത് നമ്മെ വളരുമാറാക്കുന്ന ദൈവമാണ്. കൊരിന്ത്യ ലേഖനം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ വ്യക്തമായി നാം കാണുന്നുണ്ട്, പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കുന്നത് ദൈവമാണ് എന്ന് പറയുന്നു. ശുശ്രൂഷകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കും, പ്രാർത്ഥിക്കും, സത്യമാണ്. പക്ഷെ നിങ്ങളെ വളരുമാറാക്കുന്നത് ദൈവമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ നിങ്ങളെ ദൈവത്തിന്റെ കയ്യിൽ, അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുന്നത്. കാരണം ദൈവം നമ്മെ വളരുമാറാക്കിയിട്ട് നാം ആത്മീക വളർച്ച പ്രാപിപ്പാനിടയാകും. 1 കൊരിന്ത്യർ 3:6. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. അങ്ങനെയെങ്കിൽ ദൈവത്താൽ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കത്തക്കവണ്ണം നാം വ്യക്തിപരമായി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, ദൈവമേ എന്നെ വളർത്തണമേ എന്ന് പറഞ്ഞ് എനിക്കൊരു ദൈവികമായ വളർച്ചയുണ്ടാകുവാൻ, ആത്മീകമായ പോഷണം ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലാണ് നാം വായിക്കുമ്പോൾ, തലയായവനിൽ നിന്നല്ലോ സന്ധികളാലും ഞരമ്പുകളാലും ജീവനും ചൈതന്യവും പ്രാപിച്ച് ദൈവികമായ വളർച്ച പ്രാപിപ്പാൻ ഇടയാകുന്നു എന്ന് സഭയെക്കുറിച്ച് പറവാൻ ഇടയാകുന്നു. ആകയാൽ ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്നൊരു ദൈവികമായ വളർച്ച നാം പ്രാപിപ്പാൻ നമുക്ക് ഇടയാകണം. പല നിലയിൽ കർത്താവ് നമ്മെ വളരുമാറാക്കും. വിശേഷാൽ ആത്മീക വർധനവ് നമുക്കുണ്ടാകേണ്ടതിന്, ആത്മീകമായ ഒരു വളർച്ച നാം പ്രാപിപ്പാൻ ഇടയാകേണ്ടതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി, കൃപകളും വരങ്ങളൊക്കെയും നൽകി നമ്മെ ആത്മീക വർധനവിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം നാം വായിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു എന്നും, പിന്നെ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു എന്നൊക്കെയും പറയുന്നു. ആ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കൃപാവരങ്ങളൊക്കെയും ആത്മീക വർധനവിനായി നമുക്ക് നൽകപ്പെടും
നൽകപ്പെടുന്നതാണ് എന്നുള്ളതാണ് സത്യമാകയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം കൃപകളും വരങ്ങളും ഒക്കെ പ്രാപിച്ച് വളരുവാൻ നമുക്കിടയാകണം. ദൈവികമായ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ നമുക്കിടയാകണം. അങ്ങനെ നാം വളരുവാൻ ഉത്സാഹിച്ചിട്ട് ദൈവം നമ്മെ വളർത്തുന്ന അനുഭവത്തെ നാം ഉണരുമ്പോൾ നാം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമുക്കിടയാകുന്നത് സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ടാണെന്ന് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ കാണുവാൻ കഴിയും. അവിടെ നാം തികഞ്ഞ പുരുഷത്വം പ്രാപിപ്പാനായി, ദൈവിക വളർച്ച പ്രാപിപ്പാനായി ശുശ്രൂഷ വൃന്ദത്തെ നമുക്ക് നൽകിയതായി നാം വായിക്കുന്നുണ്ട്. അവൻ ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും സുവിശേഷകരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഒക്കെ നിയമിച്ചതിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവരൊക്കെയും ദൈവസഭയുടെ ആത്മീക വർധനവിനും വളർച്ചയ്ക്കുമൊക്കെയായി സഭ വിശ്വാസത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് തികഞ്ഞവരായി തീരുവാൻ, തികഞ്ഞ പുരുഷത്വം പ്രാപിപ്പാനാണ്, ദൈവിക വളർച്ച പ്രാപിപ്പാനാണെന്നൊക്കെ നമ്മെ ഓർപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ നാം വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരേണ്ടതിന് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് വളരുവാൻ ഇടയാകുന്നതെന്ന് വായിക്കുന്നു. നമ്മെ വളരുമാറാക്കുന്ന ദൈവം നാം വളരാൻ ഇടയാകേണ്ടതിന് ശുശ്രൂഷകരെ നമുക്ക് നിയമിച്ചാക്കിയിട്ട്, മുമ്പേ കൊലോസ്യത്തിലെ വാക്യം നാം ഉണർന്നതുപോലെ തലയായ്വിൽ നിന്ന് സന്ധികളാലും ഞരമ്പുകളാകുന്ന ശുശ്രൂഷകരാൽ നമുക്കൊരു ദൈവിക വളർച്ചയുണ്ടാകുവാൻ ഇടയാകുന്ന ഒരു അനുഭവം നാം ഉണരുമ്പോൾ ആ ദൈവിക അനുഭവത്തിൻ്റെ വളർച്ച ഈ സത്യത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന്, സത്യം സംസാരിക്കുന്നതിനാലാണ് നമുക്ക് അത് പ്രാപിപ്പാൻ കഴിയുന്നതെന്ന് എഫേസ്യ ലേഖനത്തിലെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എഫേസ്യ ലേഖനം 4-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകണം. അപ്പോൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെങ്കിൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കേണ്ടവരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. വീണ്ടും അതേ എഫേസ്യ ലേഖനത്തിൽ തന്നെയല്ലേ മറ്റൊരു വാക്യം നാം വായിക്കുന്നുണ്ട്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചിട്ട് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്ന് വായിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം വാക്യം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ നാം ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതായി പ്രാപിപ്പാൻ പോകുന്ന പുതുമനുഷ്യനെ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചെന്ന് മുമ്പേ നാം ഉണർന്ന അനുഭവത്തിൽ സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലുമാണ് ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിപ്പാൻ നമുക്കിടയാകുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നാം ആദാമിൻ്റെ അനുഭവത്തെ ഉണരുമ്പോൾ അന്ന് ഏദൻ തോട്ടത്തിൽ ദൈവം നമ്മെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ്. പാപം ചെയ്ത അനുഭവത്തെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. വീണ്ടും നിത്യതയിൽ ആ അനുഭവത്തിലെ നാം മടക്കി പ്രാപിപ്പാൻ ആഗ്രഹിച്ച് നമ്മെ സഭയാൻ തോട്ടത്തിൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ അനുഭവങ്ങളൊക്കെ തന്ന് നാം ഈ സഭായാം തോട്ടത്തിൻ്റെ വളർച്ചയുടെ ശ്രേഷ്ഠതയിൽ പൂർണ്ണതയിൽ വരുമ്പോൾ ക്രിസ്തു തലയോളം സകലത്തിലും വളർന്നവരായി തീരുമ്പോൾ നാം പ്രാപിക്കുന്ന അനുഭവമാണ് നമ്മുടെ കർത്താവിനോട് സദൃശ്യരായി തീരുവാനിടയാകുമെന്ന്. ആ കർത്താവിനോട് സദൃശ്യരായി തീരുന്ന അനുഭവമാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. എന്താണ്? നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിനെന്ന് പറയുന്നത്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 21-ാം അത് 22-ലാണോ നമ്മോട് പറയുന്നത് എന്താണ്? വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതി ചെയ്യുന്നവൻ ഇനിയും നീതി ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പൂർണ്ണതയിലേക്ക് നടത്തപ്പെടുവാൻ അഥവാ പുതുമനുഷ്യനായി നാം തീരുവാൻ നമുക്കിടയാകേണ്ടതിന് നീതിയും വിശുദ്ധിയും നമുക്ക് ആവശ്യമാണ്. നീതിയിലും വിശുദ്ധിയിലുമാണ് നാം സൃഷ്ടിക്കപ്പെടുവാൻ ഇടയാകുന്നത്. ആ നീതിയുടെയും വിശുദ്ധിയുടെയും ശ്രേഷ്ഠത പ്രാപിച്ചതിൻ്റെ പൂർണ്ണതയിലാണ് നാം പുതുമനുഷ്യനായി തീരുവാൻ നമുക്കിടയാകുന്നത്. എന്നാൽ
ആ തികഞ്ഞ അനുഭവത്തിലേക്ക് നാം വരണമെങ്കിൽ അത് സത്യത്തിന്റെ ഫലമായിട്ടാണ് നമ്മിൽ ഉണ്ടാകുന്നതെന്നാണ്, അല്ലേ? അങ്ങനെയാണ് നാം എഫെസ്യർ 4-ാം അധ്യായത്തിൽ വായിച്ചത്. എന്താണ്? സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും. ഈ സത്യം എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ പുതുമനുഷ്യനാക്കി തീർക്കുന്ന ആ നീതിയും വിശുദ്ധിയും നമുക്ക് പ്രാപിപ്പാൻ ഇടയാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ സത്യത്തിന്റെ ഫലമായിട്ടാണ്, അഥവാ ദൈവ വചനത്താലാണ് നമുക്ക് പ്രാപിപ്പാൻ ഇടയാകുന്നതെന്നാണ്. നാം മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലാണോ സ്നാപക യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ, സ്നാപക യോഹന്നാൻ ഏതനുഭവത്തിലായിരുന്നു അവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? നീതിയും വിശുദ്ധിയും നിറഞ്ഞ പുരുഷൻ എന്നാണ്. നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള പുരുഷൻ. നാമും തികഞ്ഞ പുരുഷത്വം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവൻ തലയോളം സകലത്തിലും വളർന്ന് തികഞ്ഞ പുരുഷരായി നാം മാറണമെങ്കിൽ നാം ആരായിത്തീരണം? നീതിയുള്ളവരും വിശുദ്ധിയുള്ളവരുമായി. നീതിയും വിശുദ്ധിയും നമ്മിൽ വ്യക്തതയോടെ വെളിപ്പെട്ടിട്ടാണ് ആ പുതുമനുഷ്യനായി തീരുവാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ ആ തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പുരുഷരായി നിൽക്കുവാൻ നമുക്കിടയാകണമെങ്കിൽ നമ്മുടെ കർത്താവിനോട് അനുരൂപരായി ആ തേജസ്കരിക്കപ്പെട്ടതായ ദൈവിക സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ പുതുമനുഷ്യനെ ധരിച്ചവരായി നാം മാറണമെങ്കിൽ നമ്മിൽ നീതിയും വിശുദ്ധിയും ഉണ്ടാകണം. ദൈവമക്കളെ, ഇത് സത്യത്തിന്റെ ഫലമായിട്ടാണ്, അഥവാ ദൈവ വചനത്താലാണ് നമ്മിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആത്മീക വർധനവ് വരുത്തുവാനും വിശുദ്ധന്മാരോടുകൂടെ അവകാശം ലഭിപ്പാനും കഴിയുന്ന, അല്ലെങ്കിൽ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും പിന്നെ അവന്റെ കൃപയുടെ വചനത്തിലും പരമേൽപ്പിക്കുന്നു എന്നാണ്. ദൈവം മാത്രമല്ല നമുക്ക് അവകാശം തരുവാൻ കഴിയുന്നത്, പിന്നെ ആരാണ്? അല്ലെങ്കിൽ എന്താണ്? ദൈവത്തിന്റെ കൃപയുടെ വചനം എന്നൊരു വാക്കുകൂടെ പറവാനിടയാകുന്നു. ആകയാൽ നാം മുമ്പ് ഉണർന്നതുപോലെ സത്യത്തിന്റെ ഫലമായിട്ടാണ് നീതിയും വിശുദ്ധിയും ഉണ്ടായി ദൈവാനുരൂപമായി നാം സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ ആ അനുഭവം പ്രാപിക്കേണ്ടതിന് നാം ദൈവവചനത്തിന് നമ്മെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത് കൃപയുടെ വചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കൃപയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അങ്ങനെ നാം ചെയ്യുന്ന ദൈവവചനാനുസൃതമായ ജീവിതത്തിലൂടെയാണ് ആത്മീക വർധനവ് പ്രാപിച്ച് ദൈവികമായ വളർച്ച പ്രാപിപ്പാൻ നമുക്കിടയാകുന്നത്. അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു വാക്യം നമുക്ക് തൻ്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയും. എന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന പോലെ വളർച്ചയ്ക്കായിട്ട് എന്ത് ചെയ്യണമെന്നാണ്? മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിനെന്നാണ്. ഈ പാൽ ഏതാണ് സഹോദരങ്ങളെ? ഇന്ന് നമ്മൾ കുടിക്കുന്ന പാൽ ഏതാ? പശുവും പാലാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടപ്പോൾ താൻ പറഞ്ഞു, ഞാൻ പശുവും പാൽ കുടിക്കത്തില്ല, പിന്നെ കഫം വരാതിരിക്കും, ഞാൻ ആട്ടും പാലാണ് കുടിക്കുന്നതെന്ന്. ഇനി ഗൾഫിലേക്കൊക്കെ ചെന്നാൽ അവർ പറയും ഞങ്ങൾ കഴുതപ്പാൽ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പാലാണ് കുടിക്കുന്നതെന്ന്. കാരണം അവിടെയുള്ള പാല് ചുരത്തുന്ന മൃഗങ്ങളാണ് ഒട്ടകവും കഴുതയും ഒക്കെ. നമ്മൾ ഏത് പാലാണ് കുടിക്കുന്നത്? ചിലരൊക്കെ പറയാം, എന്താ ഞാൻ പാലേ കുടിക്കാറില്ല, കടുംചായയാണ് കുടിക്കുന്നത്, അല്ലേ? ചിലരെനിക്കറിയാം, എവിടെ ചെന്നാലും അവർക്ക് കടുംചായ മതി, പാലവർക്ക് വേണ്ട. നമ്മിൽ പലരും അങ്ങനെയാണ് കേട്ടോ, പാല് വേണ്ട എന്ന് പറയുന്നവരാണ്. ഏതു പാലാണ്? ഏതു പാലാണ്? രക്ഷയ്ക്കായി വളരുവാൻ, ദൈവിക വളർച്ച പ്രാപിപ്പാൻ ആർത്തിയോടെ കുടിക്കേണ്ടതായ വചനമെന്ന മായമില്ലാത്ത പാല്. പക്ഷെ നമുക്കിന്നത് താല്പര്യമില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ ചിന്തിക്കുന്ന അത് കുടിച്ചാൽ കുഴപ്പമുണ്ടാകുമെന്നാണ്, അല്ലേ? നാടൻ ഭാഷ നമുക്കറിയാം. നാടൻ വരുന്ന നാട്ടുവൈദ്യൻ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? പാല് കുടിച്ചാൽ എന്തുണ്ടാകും? കഫമുണ്ടാകും. കഫം കൂടിയാൽ ആകെ തലവേദനയാകും, അല്ലേ? ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തലവേദന ഉണ്ടാകാതെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? പാലങ്ങ് ഒഴിവാക്കിയാൽ മതി എന്നാണ്. ഇനി ചിലരും അങ്ങനെയാണ്. ആത്മീക ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാതെ തങ്ങൾക്ക് ബോധിച്ചവണ്ണം, തങ്ങളുടെ ഇഷ്ടത്തിനേറ്റവണ്ണം തങ്ങളുടേതായ വഴിയിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രയാസപ്പെടുവാൻ, കഷ്ടപ്പെടുവാൻ ഒരുക്കമില്ലാതെ, മനസ്സില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുവാൻ, തുള്ളി
തുള്ളിച്ചാടി ഉല്ലാസത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിച്ച് പാലങ്ങ് ഒഴിവാക്കുകയാണ്. പാല് വേണ്ട, വചനം വേണ്ട എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ശ്രദ്ധിക്കണേ, ശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവം മാത്രമല്ല, ദൈവത്തോടൊപ്പം നിന്ന് അവകാശം തരുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്ത്? ദൈവത്തിൻ്റെ കൃപയുടെ വചനം എന്ന് പറയുന്നത്. കൃപയുടെ വചനം. ആകയാൽ ദൈവമക്കളെ ഈ നാൾക്കളിൽ നമ്മിലൊരു ആർത്തി ഉണ്ടാകട്ടെ. നാം ദൈവിക വളർച്ച പ്രാപിച്ച് കർത്താവിനോട് അനുരൂപരായി ആ ദിവ്യ സ്വഭാവങ്ങളോട്, സ്വർഗീയതയോട് നാം എഫെസ്യരിൽ നാം വായിക്കുന്നത് പോലെ പുതുമനുഷ്യനെ ധരിക്കുന്നവരാകണമെങ്കിൽ ഈ സത്യത്തിൽ നാം ജീവിച്ചേ മതിയാകൂ. സത്യത്തിന് ഏറ്റവണ്ണം നമ്മുടെ ജീവിതം ക്രമീകരിച്ചേ മതിയാകൂ. യോഹന്നാൻ അപ്പോസ്തലന്റെ തന്നെ 3-ാം ലേഖനത്തിലാണോ മാന്യ നായികയായവളോട് പറയുന്ന ഒരു വാക്കുണ്ടെന്താണ്? നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല എന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കുറിച്ച് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരനുഭവമായി കാണപ്പെടുമോ? അത് ഇത്രയും നാള് ദൈവമക്കളെ ഉപദേശിച്ച് പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വ്യക്തതയോടെ പല കാര്യങ്ങളും വിശദമായി തന്നെ ഗ്രഹിപ്പിച്ച് ഉണർത്തിയിട്ട് എൻ്റെ ജനം സത്യത്തിൽ നടക്കുന്നു എന്നെനിക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ദൈവമക്കളിൽ ധൈര്യമായി പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നാം സത്യത്തിൽ നടക്കുന്നു എന്നഥവാ ദൈവവചന പ്രകാരം ജീവിക്കുന്നു എന്നൊരു സാക്ഷ്യം പ്രാപിപ്പാൻ നമുക്കിടയാകണം. എങ്കിൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് അവകാശം തരത്തുള്ളൂ. യേശു വ്യക്തമായി പറയുന്ന, നാം പലപ്പോഴും കേട്ട് 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 മടുത്തൊരു വാക്യമുണ്ട്. എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിന്നെയോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നതെന്ന്. കർത്താവിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികളെ ചെയ്ത് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് പ്രവചിച്ചവരെ ഒക്കെ നോക്കി കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നാണ്. എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നൊരു വാക്കുണ്ടെന്താണ്? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പോഷന്മാരായി തീരരുത് കേട്ടോ. മൂഢത നമ്മെ നരകത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. ആകയാൽ മൂഢരായി തീരരുത്. യഥാർത്ഥമായി നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടതായി തീരുവാനിടയാകട്ടെ. വചനപ്രകാരം തന്നെ ജീവിക്കേണ്ടവരാണെന്നുള്ള നല്ല ബോധ്യത നമുക്ക് ഉണ്ടാകുവാനിടയാകട്ടെ. ദൈവവചനത്തോട് നാം മറുത്താൽ, ദൈവവചനത്തോട് നാം മത്സരിച്ചാൽ നമുക്കത് ദോഷമായി തീരുവാനിടയാകും. ഇസ്രായേൽ ജനം മന്ന വെറുപ്പാണെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം അവരുടെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയക്കുവാനിടയായത്. മറ്റൊന്നും ചെയ്തപ്പോഴല്ല. നന്നായി ഓർക്കണം, മന്ന ഞങ്ങൾക്ക് വെറുപ്പാണ് എന്ന് അവർ പറഞ്ഞ ആ സ്ഥാനത്താണ് ദൈവം അവരുടെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയക്കുവാനിടയായത്. അവർ ആ അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റ പലരും പിടഞ്ഞു വീണ് മരിപ്പാനിടയായി. ജനം നിലവിളിച്ചപ്പോഴാണ് മോശ അവർക്ക് വിടുതലിനായി താമ്രസർപ്പത്തെ ഉയർത്തുവാനിടയായത്. നാം യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയാകും, അഥവാ നശിച്ചു പോകുമെന്നാണ്. അങ്ങനെ നശിച്ചവർക്ക് വിടുതലിന് വേണ്ടിയിട്ടാണ് ആ താമ്രസർപ്പം അന്ന് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടത്. അത് നമ്മുടെ കർത്താവാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ദൈവമക്കളെ, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, പിശാചിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, ബുദ്ധിയില്ലാത്ത മനുഷ്യനായി മണലിന്മേൽ വീട് പണിതവനായി യേശുവിൻ്റെ വചനങ്ങളെ കേട്ടും ചെയ്യാത്തവരായി അന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ നാളിൽ അഥവാ ശോധിക്കപ്പെടുന്ന ശോധനയുടെ നാളിൽ ഇടിഞ്ഞ് വീണ് വീഴ്ച വലിയതായി തീരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കർത്താവിങ്കലേക്ക് നോക്കണം. അഥവാ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന കർത്താവ് വചനം ജഡമായി തീർന്നതാണെന്ന് ഉണരുമ്പോൾ, വചനം ജഡമായി തീർന്നിട്ടാണ് കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യേ പാർത്തതെന്ന് നാം തിരുവെഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഉണരുന്നെങ്കിൽ, ഈ മന്ന ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറയുന്ന അനുഭവം മാറ്റിയിട്ട് കർത്താവേ ഈ മന്ന ഞങ്ങൾക്ക് മതി എന്ന് പറയുന്നവരായി, ആർത്തിയോടെ മന്നയ്ക്ക് വേണ്ടി ഉത്സാഹിക്കുന്നവരായി നാം കർത്താവിങ്കലേക്ക് നോക്കുമെങ്കിൽ, കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമെങ്കിൽ, നാം ഈ പിശാചിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നമുക്കിടയായിട്ട് നമ്മുടെ കർത്താവ് നമുക്ക് ആ സ്വർഗീയ മന്ന അഥവാ ദൈവത്തിൻ്റെ വചനം നമുക്ക് സമൃദ്ധിയായി
നൽകുവാനിടയാകും. കർത്താവിങ്കിലേക്ക് നോക്കിയെങ്കിൽ, അഥവാ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നെങ്കിൽ, കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ഉത്സാഹിച്ചെങ്കിൽ, ഈ ദൈവരാജ്യത്തിന് നമ്മെ അവകാശികളാക്കി തീർക്കുന്ന മന്ന നമുക്ക്, ജീവന്റെ വചനം നമുക്ക് പ്രാപിപ്പാനിടയാകത്തുള്ളൂ. നമ്മെ ജീവിപ്പിക്കുന്ന, വളർത്തുന്ന, ദൈവികതയിലേക്ക് നടത്തുന്ന, ദൈവിക തികവിലേക്ക്, പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന കർത്താവിൻ്റെ കൃപയുടെ വചനം കർത്താവിലാണുള്ളത്. കർത്താവിങ്കിലേക്ക് ചെന്ന് നാം അത് പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട്, യഹൂദന്മാരോട് കർത്താവ് തന്റെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്: ഈ ഉപദേശം കഠിനമാണ്, ഇതാർക്ക് പിൻപറ്റുവാൻ കഴിയുമെന്ന് പറഞ്ഞ് അവർ യേശുവിനെ വിട്ട് യേശുവിൻ്റെ ഉപദേശ നിമിത്തമായി പിൻവാങ്ങി പോയപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? എന്താ അവർ കൊടുത്ത മറുപടി? കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ട് ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലോ ഉള്ളതെന്ന് അവർ പറയുന്നു. അതേ ദൈവമക്കളെ, നമുക്ക് അവകാശം തരുവാൻ കഴിയുന്ന കൃപയുടെ വചനം നമ്മുടെ കർത്താവിലാണ് ഉള്ളത്. കർത്താവിങ്കലേക്ക് ചെന്ന് ആ നിത്യജീവന്റെ വചനം കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്കിടയാകുമെങ്കിൽ ആ ദൈവവചനം നമുക്ക് ആത്മീക വർധനവ് വരുത്തിയിട്ട് നാം ദൈവീക വളർച്ച പ്രാപിച്ചിട്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്ന് വിശുദ്ധന്മാരുടെ അവകാശത്തിന് കൂട്ടാളികളായി തീരുവാൻ, വിശുദ്ധന്മാരോടുകൂടെ അവകാശം പ്രാപിപ്പാനിടയാകും. ആകയാൽ യെശയ്യാ 1:19 വായിക്കുന്ന പോലെ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നവരായി തീരണം ദൈവമക്കളെ. എന്നാൽ ദേശത്തിലെ നന്മ അനുഭവിപ്പാനിടയാകും. ദേശത്തിലെ നന്മ അനുഭവിച്ച് വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി വിശുദ്ധന്മാരുടെ അവകാശം പ്രാപിച്ച് നിത്യതയിൽ അവകാശം അനുഭവിക്കുന്നവരായി തീരുവാനിടയാകും. എത്ര പേർ അതിനുവേണ്ടി ഉത്സാഹിക്കുന്നുണ്ട്? തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവവചന പ്രകാരം ജീവിച്ച് ദൈവികമായൊരു വളർച്ച പ്രാപിച്ച് അവകാശം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ ഒരു അനുഭവത്തിലാണോ ദൈവമക്കളെ നാം ജീവിക്കുന്നത്? കർത്താവിൻ്റെ അടുക്കൽ അനേകർ ഓടിക്കൂടുവാനിടയായി. അവർ ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, പിന്നെയോ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നതെന്നാണ്. അത് ദൈവമക്കളെ, അവർക്ക് അപ്പം മതിയായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഭൗതികമായ നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ ആഗ്രഹിച്ച് നാം കർത്താവിൻ്റെ പിന്നാലെ പോയി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരായി ജീവിക്കുകയാണ്. ആത്മീക വർധനവ് നൽകുവാൻ, ദൈവരാജ്യത്തിന് നമ്മെ യോഗ്യരാക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവേ എന്നോട് സംസാരിക്കണം, കർത്താവേ എന്നോട് അരുളി ചെയ്യണം, കർത്താവേ അങ്ങയുടെ ആലോചനയാൽ എന്നെ നടത്തണം കർത്താവേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവാലോചനയ്ക്കായി കാത്തിരുന്നത് പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് തൻ്റെ അടുക്കൽ അപ്പം തിന്ന് തൃപ്തരായി വന്നവരോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, പിന്നെയോ നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പിൻ, മനുഷ്യപുത്രൻ അത് നിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു. നാം കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവിൽ നിന്നൊരു ദൈവിക വളർച്ച പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മീക ഒരു ശ്രേഷ്ഠത പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വളർച്ച പ്രാപിപ്പാൻ ജീവന്റെ വചനം നമുക്ക് നൽകുന്ന കർത്താവ് നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരം നമുക്ക് നൽകുവാനിടയാകുമെന്നാണ്. ആകയാൽ ആ നിത്യജീവങ്കലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായി നാം മാറുമെങ്കിൽ ദൈവമക്കളെ, നമുക്ക് നിത്യതയിൽ ചെന്ന് കർത്താവിനോട് കൂടെ അവകാശം പ്രാപിപ്പാനിടയാകും. വിശുദ്ധന്മാരോട് കൂടെ അവകാശം പ്രാപിപ്പാനിടയാകും. ആ അവകാശത്തിനായി വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം എന്നുള്ളത് കൊണ്ട് ഈ നാളുകളിൽ സഹോദരങ്ങളെ, ഒന്ന് ഉണരുവാൻ നമുക്കിടയായി, ഒന്ന് മനസ്സ് വയ്ക്കുവാൻ നമുക്കിടയായി. നാം എല്ലാവിധേനയും ആ അവകാശം ഒന്ന് പ്രാപിക്കണമെന്ന വാഞ്ചയോടെ, ഉത്സാഹത്തോടെ നമ്മെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലും പിന്നെ തൻ്റെ കൃപയുടെ വചനത്തിലും ഫലമേൽപ്പിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. ശ്രദ്ധിക്കണം കേട്ടോ, ആ വചനത്തിനൊരു വിശേഷത പറയുന്നുണ്ട്. എന്താണ് ആ വിശേഷത?
കൃപയുടെ വചനമെന്നാണ്. കൃപയുടെ വചനം. പുതിയ നിയമ ജീവിതം എന്ന് പറയുന്നത്, ഒരു ആത്മീകന്റെ പുതിയ നിയമ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത് ആരംഭം മുതൽ അവസാനം വരെയും കൃപയാൽ തന്നെയാണ്. കൃപയാൽ രക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ കൃപയാൽ നിത്യത പ്രാപിപ്പാൻ ഇടയാകുന്ന അനുഭവം തിരുവെഴുത്തുകളിലൂടെ നാം ഉണരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നമുക്കും പറവാനിടയാകുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്നാണ്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്ന് പറഞ്ഞ് മറ്റെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചു എന്ന് പറവാൻ നമുക്കിടയാകണം, ഇല്ലേ? എന്നിട്ട് താൻ പറയുന്ന വാക്കെന്താണ്? എന്നാൽ ഞാനല്ല, പിന്നെയോ എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രയെന്ന്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ആ നിത്യജീവന്റെ വചനങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ ഇടയായത് തന്നെ സഹായിച്ചതായ കൃപയാണ് എന്ന് പറവാൻ ഇടയാകുന്നു. ദൈവമക്കളെ, ഈ കൃപ നമുക്ക് വെളിപ്പെടുത്തി തന്നത് വചനമാണ് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവവചനമാണ് ക്രിസ്തുവായി ശരീരമെടുത്ത് ആ ക്രിസ്തു കൃപ നിറഞ്ഞവനായിരുന്നിട്ട് ആ ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? കൃപമേൽ കൃപ ലഭിക്കാനിടയാകുന്നത്. അതുകൊണ്ടാണ് ആ വചനത്തിനൊരു വിശേഷത കൊടുക്കുന്നത്. എന്താണ്? കൃപയുടെ വചനം എന്ന് പറയുന്നത്. ആകയാൽ ഈ നാൾക്കളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവിക വളർച്ച പ്രാപിച്ച് നാം കർത്താവിനോട് അനുരൂപരായി തീരുവാൻ, നിത്യതയിൽ അവകാശം പ്രാപിപ്പാൻ ഉത്സാഹിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവമക്കളെ, നാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട്, കൃപ എന്ന് പറഞ്ഞ് കൃപയിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ ദൈവം തൻ്റെ കൃപ നമ്മിൽ പകർന്നതവാ കൃപയുടെ വചനം നമുക്ക് നൽകിയിട്ട് ആ ദൈവകൃപയാൽ, കൃപയുടെ വചനത്താൽ ഒരു തികവ്, പൂർണ്ണത പ്രാപിപ്പാൻ നമുക്കിടയാകും. അഥവാ നാം അവകാശികളായി തീരുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ നിത്യത അവകാശമായി വിശുദ്ധന്മാരോടുകൂടെ അവകാശം പ്രാപിപ്പാൻ നമുക്കിടയാകേണ്ടതിന് ദൈവമക്കളെ നമ്മെ തന്നെ സമർപ്പിപ്പാനിടയാകട്ടെ. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. മുഴങ്കാലുകളെ മടക്കിയാട്ടെ. ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കിയാട്ടെ. ദൈവം നമ്മെ വിളിച്ചത് അവകാശത്തിനാണെങ്കിൽ, കർത്താവിനോടുകൂടി അവകാശം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത് ദൈവികമായ അവകാശം പ്രാപിക്കത്തക്കവണ്ണം ദൈവികമായ ഒരു വളർച്ച പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. നമ്മെ വളരുമാറാക്കുന്ന ദൈവത്തിലും നമ്മെ ദൈവിക ശ്രേഷ്ഠതയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ കൃപയുടെ വചനത്തിലും നമ്മെ തന്നെ നാം ഭരമേൽപ്പിച്ചുകൊണ്ട് ആ ദൈവത്താലും കൃപയുടെ വചനത്താലും ഒരു ശ്രേഷ്ഠത പ്രാപിച്ച്, വളർച്ച പ്രാപിച്ച്, ക്രിസ്തു തലയോളം സകലത്തിലും വളർന്ന് തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് കർത്താവിനോട് അനുരൂപരായി സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യനെ ധരിക്കുന്ന അനുഭവത്തിൽ കർത്താവിനോട് അനുരൂപരായി കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ നമുക്കിടയാകട്ടെ. സമ്പൂർണമായി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. വ്യക്തതയോട് നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് ആ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെടുവാനിടയാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ.